പടയപ്പ ജനവാസ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നു. നിലവിൽ തെന്മല എസ്റ്റേറ്റിലാണ് ആനയുള്ളത്. നാട്ടുകാർ ശബ്ദമുണ്ടാക്കി ആനയെ തുരത്താനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. നമുക്ക് അവിടെയുള്ള ദൃശ്യങ്ങൾ കാണാം. इतना जोर खा गया। Excuse me. ये कौन था होगा ना? इतना जोर खा गया। മാട്ടുപ്പെട്ടിയിൽ നേരത്തെ വഴിയോര കടകളും പടയപ്പ തകർത്തിരുന്നു എന്നുള്ള വിവരം നമുക്ക് നന്ദു നൽകിയിരുന്നു. ഇപ്പോൾ നന്ദു നമുക്കൊപ്പം കൂടെയുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായിട്ട്. നന്ദു, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ പേടിയാകുകയാണ്. ആ കൊമ്പുമൊക്കെ ആയിട്ട് ആ പടയപ്പ അങ്ങ് പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വ്യൂവില് പടയപ്പയെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ പേടിയാകുന്നുണ്ട് ആനയെ കാണുമ്പോൾ. ഇതിപ്പോൾ ജനവാസ മേഖലയിൽ എവിടെയാണുള്ളത്? എന്താണ് നിലവിലത്തെ സാഹചര്യം അവിടെ? അക്ഷയ, നമുക്കറിയാം രാവിലെ മുതൽ തന്നെ പടയപ്പ മാട്ടുപ്പെട്ടിയിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം തുടങ്ങിയിരുന്നു. അനധികൃതമായി എക്കോ പോയിന്റ് സമീപം നിർമ്മിച്ചിരുന്ന കടകൾ തകർക്കുന്ന കാഴ്ചകൾ ഉൾപ്പെടെ നമ്മൾ കണ്ടു. അതിനുശേഷം ഇപ്പോൾ ജനവാസ മേഖലയിൽ നിന്ന് പിൻവാങ്ങാതെ തെന്മല എസ്റ്റേറ്റ് പരിസരത്ത് ആന ചുറ്റിത്തിരിയുകയാണ്. ആനയെ വനത്തിനുള്ളിലേക്ക് തുരത്താനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ നാട്ടുകാരെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. ബഹളങ്ങൾ ഉണ്ടാക്കി ആനയെ തുരത്താനുള്ള ശ്രമങ്ങളൊക്കെ തന്നെയാണ് നാട്ടുകാർ നടത്തുന്നത്. പടക്കം പൊട്ടിച്ചും ബഹളമുണ്ടാക്കിയും ഒക്കെ തന്നെയാണ് ആനയെ തുരത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എടുത്തു പറയേണ്ട കാര്യം, സർവകക്ഷി യോഗത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ കൃത്യമായി റോഷി അഗസ്റ്റിൻ പറഞ്ഞിരുന്നു പടയപ്പയെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്ന്. ആ ഉറപ്പുകളെല്ലാം പാഴ്വാക്കാകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായ ദിവസങ്ങളിൽ പടയപ്പ മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ തന്നെ ആക്രമണം വിതയ്ക്കുകയാണ്. വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെയൊക്കെ തന്നെ വളരെ രൂക്ഷമായിട്ടുള്ള ഒരു ആക്രമണമാണ് പടയപ്പ അഴിച്ചുവിടുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ദേവികുളം മേഖലയിൽ കാട്ടാനക്കൂട്ടം തമ്പടിച്ചിരുന്നു. ഇറച്ചിക്കടകൾക്ക് നേരെ കാട്ടാനക്കൂട്ടം ആക്രമണം നടത്തിയിരുന്നു. തുടർച്ചയായ ദിവസങ്ങളിൽ കാട്ടാനക്കൂട്ടം ഇതുപോലെ തന്നെ മൂന്നാറിലെ വിവിധ ടൂറിസം പ്രാധാന്യമുള്ള മേഖലകളിൽ തമ്പടിക്കുന്നത് ഒരു തരത്തിൽ വിനോദസഞ്ചാര മേഖലയെ ഉൾപ്പെടെ പ്രതിസന്ധിയിലാക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ ടൂറിസം മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കുൾപ്പെടെ ഭീതി ജനിപ്പിക്കുന്ന, ആശങ്ക ജനിപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ മൂന്നാറിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും പടയപ്പ തെന്മല എസ്റ്റേറ്റിന് സമീപമാണുള്ളത്. തെന്മല എസ്റ്റേറ്റിലെ നാട്ടുകാർ ബഹളമുണ്ടാക്കി ആനയെ തുരത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആനയെ തുരത്തേണ്ടി വരുന്ന ഗതികേടിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ്? നന്ദു സൂചിപ്പിച്ച പോലെ തന്നെ ഞാനും ചോദിക്കാൻ വരുന്നതായിരുന്നു, ഈ നിരീക്ഷകർ എവിടെ എന്നുള്ള കാര്യമാണ്. പടയപ്പയെ നിരീക്ഷിക്കാൻ വേണ്ടി മാത്രം പ്രത്യേക ടീമുണ്ട്. ആ നിരീക്ഷകരുടെ, സ്ഥലത്തെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ, ഈ ആന കുറച്ച് ദിവസമായാലും ഈ ജനവാസ മേഖലയിലൂടെ ഇങ്ങനെ കറങ്ങുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആന നിരീക്ഷണത്തിലാകേണ്ടതുണ്ടല്ലോ. എന്തുകൊണ്ട് ഈ നാട്ടുകാർക്ക് ഇത്തരത്തിലൊരു ഗതികേട് വരുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് വനം വകുപ്പ് നൽകുന്ന വിശദീകരണം അവിടെയുള്ള ഉദ്യോഗസ്ഥർ? നിരന്തരം കടകൾക്ക് നേരെയും ടൂറിസം മേഖലകളിലും ആക്രമണം വിതയ്ക്കുന്ന കാട്ടാനയ്ക്ക് നേരെ നിസ്സഹായരായി നോക്കി നിൽക്കാൻ മാത്രമേ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നുള്ളൂ എന്നത് വാസ്തവമാണ്. കാരണം വിവിധ കാര്യങ്ങളിൽ നാട്ടുകാരും പ്രാദേശിക ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ മന്ത്രിയുടെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള വിഷയമാണ്. ആന വളരെയധികം അക്രമകാരിയാണ്, പടയപ്പ മതപ്പാടാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലും സംശയിക്കേണ്ടിയിരിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ജനപ്രതിനിധികളിലേക്ക് എത്തിയിരുന്നു. എന്നാൽ ഇതൊന്നും സർവകക്ഷി യോഗ സമയത്ത് കൃത്യമായ ഉറപ്പുകളൊക്കെ നൽകിയിരുന്നെങ്കിൽ പോലും ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ. അതവിടെ നിൽക്കട്ടെ, അതല്ല ഞാൻ ചോദിച്ചതല്ല. ഇപ്പോൾ ഈ സമയത്ത് അവിടെ സ്ഥലത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇല്ലല്ലോ അല്ലെ? നാട്ടുകാർ മാത്രമാണല്ലോ ആനയെ തുരത്തുന്ന രീതിയിലേക്ക് എന്തെങ്കിലും ഇടപെടൽ നടത്താൻ അവർ തന്നെ അതിന് മുന്നോട്ട് വരേണ്ട അവസ്ഥയല്ലേ ഉള്ളത്? നിലവിൽ നാട്ടുകാർ മാത്രമാണ് അക്ഷയ അവിടെ ആനയെ തുരത്താനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടുള്ളത്. വനംവകുപ്പ് നിലവിൽ ഈ തെന്മല എസ്റ്റേറ്റ് ഭാഗത്തേക്ക് എത്തിയിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ആന നിരന്തരം ഈ മേഖലയിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ വരും മണിക്കൂറുകൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി ആനയെ തുരത്താനുള്ള മറ്റു മാർഗങ്ങളിലൊക്കെ കടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അക്ഷയ.